സ്പൈസ് ആൻഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് റോസ്റ്റും പഴംപൊരി എന്ന് മനസ്സിലാലോചിച്ചപ്പോൾ തോന്നിയ ഐഡിയ ആണ്. ബീഫ് റോസ്റ്റ് നേരെ അതുപോലെ തന്നെ യൂസ് ചെയ്യാതെ സ്പൈസസ് വളരെ കുറച്ച് കോക്കനട്ട് മിൽക്കെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഐറ്റമാണ്. ഇതിൻ്റെ അകത്ത് ഒന്ന് പ്രധാനപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെയല്ലെങ്കിൽ വെറും വീട്ടിൽ ബാലൻസ് ഇരിക്കുന്ന ബീഫ് നന്നായിട്ട് വറ്റിച്ചിട്ടാണെങ്കിലും തയ്യാറാക്കാം. അതുപോലെ തന്നെ മൈദ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ബനാനയുടെ ആ പഴത്തിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് 250 ഗ്രാം ബീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനം പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഈ 2 ടേബിൾ സ്പൂൺ നെയ്യ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് അവസാനം പഴം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ കടുക്, അത്യാവശ്യം മീഡിയം സൈസുള്ള സവാള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപയോഗിക്കാം. മീഡിയം സൈസുള്ള ഒരു തക്കാളി ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തത്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 3/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് സ്പൈസ് ആയിട്ടാണ് കറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഗരം മസാല നമ്മൾ ബിരിയാണിക്കെല്ലാം യൂസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് സ്പൈസസും ചേർത്ത് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇതില്ലെങ്കിൽ 1 ടീസ്പൂണോളം മീറ്റ് മസാല യൂസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 8-9 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. കുറച്ച് നട്ട്സും അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാനം നമുക്ക് പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴം ചെറിയ പീസായി ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തെടുത്താണ്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതേപോലെ തന്നെ നല്ല പഴുത്ത പഴം യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവും. ഒരുപാട് പഴുത്തില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് വന്ന ഒരു പഴം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധന സാമഗ്രികളെല്ലാം ഇതേപോലെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്ത് തുടങ്ങുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ബീഫ് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബനാന ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമ്മൾ എടുത്തു വെച്ചതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായി ഒന്ന് ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 15 മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്ത് സവാള വേവുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉണ്ടല്ലോ സവാള അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് തക്കാളിയും കൂടെ നന്നായി ഉടഞ്ഞ് ഒരു പേസ്റ്റ് പോലെ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഒരു വീതം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല, കുരുമുളക് പൊടി, അതേപോലെ തന്നെ പെരുംജീരകം പൊടിച്ചത്, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ഇതിനകത്ത് സ്പൈസസ് ആകെ യൂസ് ചെയ്യുന്നത് കുരുമുളകും അതേപോലെ തന്നെ ഗരം മസാലയാണ്. വേറെ മുളകൊന്നും ചേർക്കുന്നില്ല. കാരണം ആ ഒരു പഴത്തിൻ്റെ നല്ലൊരു സ്വീറ്റ് ഫ്ലേവർ ഉള്ളത് കൊണ്ടാണ് വേറെ കാര്യമായിട്ടൊന്നും ചേർക്കാത്തത്. അതിൽ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മിക്സാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകോ മുളകോ നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ബീഫിൻ്റെ കൂടി മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ബീഫ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തപ്പോഴേക്കും മസാല നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ വളരെ സ്ലോ കുക്കിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് 45 മിനിറ്റോളം, ഏകദേശം ലോ ഫ്ലെയിമിൽ 30 to 45 മിനിറ്റോളം ബീഫിന്റെ വേവിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ പ്രഷർ കുക്കറിൽ ഇത് കുക്ക് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രഷർ കുക്കറിൽ ഒരു 4-5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ച് ബീഫെല്ലാം നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് നമ്മൾ മാറ്റി വെച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കൂട്ടത്തിലേക്ക് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി ഇത് വീണ്ടും ഡ്രൈ ആക്കി എടുക്കണം. നന്നായി ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വറുത്ത് വെച്ച ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് വെള്ളം വറ്റി കിട്ടണം. ഇതിൻ്റെ കൂട്ടത്തിൽ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ച് കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കുക. ചോപ്പ് ചെയ്ത് വെച്ചത് അവസാനം പ്ലേറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ വെക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇത് വെള്ളമെല്ലാം പറ്റി ഇതേപോലെ ഒന്ന് കുഴമ്പ് പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു പാൻ എടുത്ത് ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നെയ്യ് നന്നായി ചൂടായി വരും. സ്ലൈസാക്കി മാറ്റി വെച്ച പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ കളറായി തുടങ്ങുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം മറിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് വേവിച്ചെടുക്കാം. ഇതേപോലെ 2 സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. പഴമെല്ലാം വേവിച്ചതിന് ശേഷം വീണ്ടും ആ പാനിലേക്ക് ബാക്കി മാറ്റി വെച്ച ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച് പഴം പതിയെ എടുത്ത് ഇതേപോലെ ഒന്ന് റോളാക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് റോളായത് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ഓപ്ഷനിലാണ് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ മാറ്റി വെച്ച് ചേർത്ത ശേഷം ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് പതിയെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്നട്ട് കൂടി ചേർത്ത് ഒരു പാത്രം കൊണ്ട് ജസ്റ്റ് അടച്ചു വെച്ച് 3 മിനിറ്റോളം വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ബനാനയുടെ ഫ്ലേവർ അതുപോലെ തന്നെ മീറ്റിൽ നിന്ന് തിരിച്ചും ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഇതിപ്പോൾ അടുപ്പത്ത് നിന്ന് മാറ്റിയൊരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.